ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കിടിലൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയണത് നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി വെക്കാനൊക്കെ ഒരുപാട് മെനക്കെട്ടൊന്നും വെക്കേണ്ട ഒരു കാര്യമില്ല ഗൈസ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ ചിക്കൻ കറി കണ്ടാലോ? അപ്പോൾ ഈ ഒരു സിമ്പിൾ ചിക്കൻ കറി ഉണ്ടല്ലോ, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കുക്കിംഗ് ഒക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർക്കും കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ചിക്കൻ കറിയൊക്കെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നതെങ്കിൽ കൂടെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് അറിയണ്ടേ കൂട്ടുകാരെ? അതിനായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഈ ഒരു സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് എടുത്തിട്ട് വന്നാലോ ഗൈസ്? അപ്പോൾ ഗൈസ്, സിമ്പിൾ ചിക്കൻ വെക്കാനായിട്ടുള്ള ചിക്കനൊക്കെ ഇതാ അവിടെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പ്ലേറ്റിൽ നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി ഈ സിമ്പിൾ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട അടുത്ത കിടിലൻ ഐറ്റം എന്താണെന്നുള്ളത് നോക്കാം. വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സിമ്പിൾ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. പേര് പോലെ തന്നെ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. ഇനി നമുക്ക് വേണ്ടത് 2 വലിയുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, പിന്നെ അതുപോലെ തന്നെ 2 തക്കാളി അതും നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇത്രയും മാത്രം മതി. ഇനി നമുക്ക് നമ്മുടെ സിമ്പിൾ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. നെക്സ്റ്റ് നമ്മൾ പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കടുക്, പെരിഞ്ജീരകം, ചെറിയ ജീരകം ഇത് മൂന്നും ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ഉള്ളിയും തക്കാളിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത ഫുൾ തക്കാളിയും ഉള്ളിയും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് അല്ലാതെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി വെക്കുന്നെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വാങ്ങിയതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനാവശ്യത്തിനുള്ള ഈ ഒരു ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അടുത്ത് നമുക്കിതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നമ്മൾ ചേർത്ത എല്ലാ മസാലകളും ഈ ഒരു ചിക്കനിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി കുറച്ച് നേരം ഇതുപോലൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കേണ്ട കാര്യമില്ല. നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമോ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ ചിക്കൻ ഈ ഒരു പരുവത്തിൽ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ബൗൾ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം. ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് സെറ്റ് ആവണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. അതുവരയ്ക്കും അടച്ച് വെച്ച് ഇതിനെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ ചിക്കൻ അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഗൈസ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമുക്കിതിനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഗൈസ് ഇത്. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ അറിയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ കൂടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ കറിയൊക്കെ വെച്ച് തുടങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായും നമ്മുടെ വീഡിയോസൊക്കെ കാണണേ. മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിമ്പിൾ ചിക്കൻ നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്താലോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ടേസ്റ്റി വെറൈറ്റി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ ചിക്കൻ കറി ഇതവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കിടിലൻ ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയി തോന്നിയാൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.